ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ വാരഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങം 9 മുതൽ 15 തീയതി വരെയുള്ള 7 ദിനങ്ങളാണ്. അതായത് 2024 ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 31 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നവഗ്രഹങ്ങളിൽ. ഓഗസ്റ്റ് 26 തീയതി ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് ഏതെല്ലാം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശുക്രൻ ഓഗസ്റ്റ് 24 തീയതി ശനിയാഴ്ച തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഗ്രഹം ചൊവ്വ, സത്വബലവാനായ ഗ്രഹം, ശക്തമായി തൻ്റെ സാന്നിധ്യം ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകും. മറുഭാഗത്ത് കാമങ്ങളുടെ, ഭോഗങ്ങളുടെ, ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായ ശുക്രൻ, അസുരാചാര്യൻ അതിനീചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാം. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് പ്രായണ ഇന്ന് രാശിയിൽ ചന്ദ്രൻ, 2ാം ഭാവത്തിൽ വ്യാഴം, 3ാം ഭാവത്തിൽ ചൊവ്വ, 4ാം ഭാവത്തിൽ ബുധൻ, 5ാം ഭാവത്തിൽ ആദിത്യൻ, 6ാം ഭാവത്തിൽ ശുക്രൻ, കേതു 11ാം ഭാവത്തിൽ ശനി, 12ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ പ്രായണ 4ാം ഭാവാധിപനായ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് അത് ഉച്ചക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. അത് പ്രായണ മേടൻ രാശിക്കാർക്ക് ഈ സാമ്പത്തിക വിഷയങ്ങളിൽ നല്ല ശുഭത്വത്തെ പ്രദാനം ചെയ്യുന്നു. വിധുർഗോ കുളീരാജഹസ്തൻ വപുസ്തോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണമായി തനിക്ക് സഞ്ചാരങ്ങളും സുഹൃത്തുക്കളും സൗഹൃദങ്ങളുമൊക്കെ ഉണ്ടാകുന്നു. കാരണം 4ാം ഭാവത്തിൽ ബുധനുണ്ട്. ചതുർത്ഥേജരെ ചന്ദ്രയസ് ചാരമിത്രോ വിശേഷാധിക ഭൂമിനാഥം ഗണസ്യ. തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് നല്ല ചില അനുകൂലമായ അവസരങ്ങൾ കൈവരുന്നു 4ലെ ബുധൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ലഗ്നത്തിലുള്ള ചന്ദ്രൻ. ഈ സമയത്ത് ധനാധിപനായ ഗ്രഹം ശുക്രൻ നീചസ്ഥനാണ്. അതിനാൽ ഉല്ലാസയാത്രകളൊക്കെ ചെയ്ത് കുറേ കാശ് ചെലവാക്കാം. പ്രത്യേകിച്ച് ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്നു 25 ദിവസക്കാലം. അതിനാൽ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള, ആഡംബരത്തിന് വേണ്ടിയുള്ള, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളൊക്കെ ചെയ്ത് കുറച്ച് ധനം ആ രീതിയിൽ പോകട്ടെ എന്ന് വെക്കണം മേടൻ രാശിക്കാർ. ദാമ്പത്യ സുഖം വളരെ കുറയുന്നതാണ്. അതിനാൽ പലപ്പോഴും ഫാമിലി ആയിട്ടല്ലാതെ തന്നെ സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഉയർന്ന മലകളിലേക്കുള്ള, കുന്നുകളിലേക്കുള്ള യാത്രകളൊക്കെ സാഹസികരായ മേടം രാശിക്കാർക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ വാരം. ശാരീരിക വിഷയത്തിൽ ഡയാലിസിസ് പേഷ്യൻസ്, ഷുഗർ രോഗികൾ, ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ഡയബറ്റിക്സിൻ്റെ ഒരു സെക്കൻഡറി സ്റ്റേജ് വന്ന് കണ്ണുകൾക്ക് കാഴ്ചശക്തി മങ്ങുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് രോഗികളും ശ്രദ്ധിക്കുക. സർജറിയുടെ സമയമാകുന്നു. അതിനാൽ നല്ലൊരു ഡോക്ടറെ കാണേണ്ട സമയമാണ്. 2ൽ നിൽക്കുന്ന വ്യാഴം സുവാക്യ, നല്ല വാക്ക് സംസാരിക്കുവാനുള്ള സമയമുണ്ടാകുന്നു. സാമ്പത്തികമായി ആ വ്യാഴവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പല വേദികളിലും നേതൃത്വ ശക്തി പ്രകടിപ്പിക്കും. ബൗദ്ധിക തലത്തിൽ ഏറ്റവും അധികം ഈ സമയം ഉപകാരപ്പെടും മേടം രാശിക്കാർക്ക്. 3ലെ ചൊവ്വ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള കരുത്ത് മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്നു. അതിനാൽ 2 വിഷയങ്ങളിലാണ് മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. അനാവശ്യമായി ധനനഷ്ടം വരാൻ പാടില്ല. വലിയ ചതിവ് സംഭവിക്കും. സ്വർണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെടും, ആഭരണങ്ങൾ നഷ്ടപ്പെടും, രത്നങ്ങൾ നഷ്ടപ്പെടും, വെള്ളികൾ നഷ്ടപ്പെടും. അതേ രീതിയിൽ ഭാര്യാസുഖം കുറയും. അനാവശ്യമായ ചില സ്ത്രീ വിവാദങ്ങളിൽ ചെന്ന് ചാടും. പേര് നഷ്ടപ്പെടും സ്ത്രീകളിലൂടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ WCC ആയിട്ട് ബന്ധപ്പെടുന്ന വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാശി മേടൻ രാശിയാണ്. ഇവിടെ പരിഹാരം, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം. വെള്ളിയാഴ്ചകളിൽ ശത്രുസംഹാരമുട്ട് ചെയ്യണം. ശത്രുമുട്ടും ദേഹമുട്ടും ചെയ്യുക. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന
ഇടവൻ രാശിക്കാർക്ക് സമ്മിശ്ര ഫലമാകുന്നു ഈ വാരം. അഷ്ടമാധിപനായ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അതത്ര നല്ലതല്ല. ജന്മവ്യാഴമാകുന്നു. മാനസികമായ സംഘർഷങ്ങൾ കൂടുന്നതാണ്. ഇത്ര ദിവസം ചൊവ്വയുണ്ടായിരുന്നു കൂടെ, ഇന്ന് ചൊവ്വ 2ാം ഭാവത്തിലേക്ക് പോയി. അതിനാൽ വ്യാഴം ഒറ്റയ്ക്ക് തുഴയേണ്ടി വരുന്ന സമയമാണ്. രാശിഫലം പറയുമ്പോൾ രാശിധിപൻ്റെ ബലമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു. അതിനാൽ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ എടുത്തു ചാടി അപകടത്തിൽ ചെന്ന് ചേരാതെ നോക്കേണ്ടതാണ്. 2ൽ ചൊവ്വയും അനാവശ്യമായ ധനപരമായ വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടേണ്ട ഭാരമല്ല ഇത്. സന്താനങ്ങൾക്ക് ഗുണം വരും. സന്താന സ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. രാശിധിപനായ ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് പലപ്പോഴും സന്താന വിഷയങ്ങൾക്ക് നല്ലതാണ്. അവരുടെ പഠന വിഷയവും യാത്രാ വിഷയങ്ങൾക്കും അത് അനുകൂലമായ സ്ഥിതി സംജാതമാക്കുന്നു. നേത്ര രോഗികൾ ശ്രദ്ധിക്കേണ്ട വാരമാകുന്നു. വൈകല്യവാനായ ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്. ഭർത്തവ്യാമയ, കുടുംബത്തിൽ രോഗമുണ്ടാകുന്നു. ദുഷ്ടോക്തി, അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് കുടുംബജീവിതം താറുമാറാക്കാതെ നോക്കുക. വാക്കിൽ ആരെയും വെറുപ്പിക്കാതിരിക്കുക. വലത്തെ കണ്ണിനെ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായി ദേവീപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു. സന്താന ശ്രേയസ്സിന് വേണ്ടി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നതും വളരെ ഗുണമാകുന്നു. അടുത്തതായി മിഥുനം രാശി. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്ക് ഇന്ന് ഭാവത്തിൽ ചൊവ്വ, 2ാം ഭാവത്തിൽ ബുധൻ, 3ാം ഭാവത്തിൽ ആദിത്യൻ, 4ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 9ാം ഭാവത്തിൽ ശനി, 10ാം ഭാവത്തിൽ കേതു, 12ാം ഭാവത്തിൽ വ്യാഴം. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് ലഗ്നത്തിലെ ചൊവ്വ പലപ്പോഴും തൻ്റെ ഈഗോ കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത വാശി, പിടിവാശി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. ബ്ലഡ് പ്രഷർ, പേഷ്യൻസ് തലയുറ്റി വീഴുന്ന സമയമാകുന്നു. രോഗാധിപനായ ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോൾ ശിരോജന്യമായ രോഗങ്ങളാണ്. പലപ്പോഴും തലയുറ്റുക, തലകറക്കം ഒക്കെ വന്ന് ശാരീരികമായി ക്ഷതങ്ങൾ വരുന്ന സമയമാകുന്നു. ആയുധങ്ങളോ ലോഹങ്ങളോ തൻ്റെ തലയിൽ പതിക്കുന്ന സമയമാകുന്നു. ശിരസിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വാരമാകുന്നു. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ പ്രത്യേകിച്ച് ഈ സമയം ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുവാൻ ഈ ആഴ്ചയിൽ പാടില്ല. ദാമ്പത്യത്തിൽ വലിയ സുഖസ്വസ്ഥത ലഭിക്കണമെന്നില്ല. എങ്കിലും ശുക്രൻ 4ാം ഭാവത്തിൽ നീചസ്ഥനാണെങ്കിൽ നിൽക്കുമ്പോൾ പല ഭൗതിക സുഖങ്ങൾക്കും ഈ വാരം പ്രയോജനപ്പെടും. 4ാം ഭാവത്തിൽ ശുക്രൻ ദിഗ്ബലവാനാണ്. അതേ രീതിയിൽ 2ലെ ബുധനും പ്രായണ ശക്തമായ സാന്നിധ്യത്തെ അറിയിക്കുന്നു. പുരുഷ സൗഹൃദങ്ങളെക്കാട്ടും സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കുന്ന വാരമാകുന്നു ഇത്. ഭാര്യാസുഹൃത്തിനേക്കാളും കാമിനിമാരുടെ, ലേഡി സുഹൃത്തുക്കളുടെ, ഗേൾ ഫ്രണ്ട്സിൻ്റെ സൗഹൃദം വർദ്ധിക്കുന്ന വാരമാകുന്നു. സ്വതവേ മിഥുനം രാശിക്കാർ മെറ്റീരിയലിസ്റ്റ് ആകുന്നു. സ്ത്രീ ലോലഹ, സ്ത്രീകളിൽ ലോലത്വം പ്രകടിപ്പിക്കുന്നവരാണ്. അതിനാൽ സ്ത്രീ സൗഹൃദങ്ങൾ നല്ലതാണ്. 3ലെ ആദിത്യൻ പല കാര്യത്തിലും ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് മാനസികമായ സംഘർഷങ്ങൾ കുറക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ വാരം മേടം, ഇടവം, മിഥുനം രാശിക്കാർക്ക് ശോഭനമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ച് നിർത്തുന്നു. നമസ്കാരം.